പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെന്റുകൾ, പങ്കെടുക്കുന്ന ഇന്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ,
എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തണ സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു രസമുണ്ടായി. ഞാൻ എൻ്റെ നമ്മുടെ കൃപാസനത്തിൽ അലക്സസിനോട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ സംസാരിച്ചതല്ല, അങ്ങനെ ആധ്യാത്മിക കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ ആത്മീയ വിജയം എന്ന് പറയണത് മരിക്കണ മുമ്പ് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പോൾ നിങ്ങളവർക്ക് നമ്മളിങ്ങനെ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവ് 10,000 കണക്ക് ചെല്ലുന്നില്ലേ? ചെല്ലുന്നുണ്ട്, പക്ഷേ ലൈസൻസ് ഇല്ല. അതിന് പ്രശ്നത്തില് ഇപ്പം ഞാൻ ഉദാഹരണം കൂടെ പറയട്ടെ. ആലപ്പുഴയിൽ നിന്ന് കുറേ കയറൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ. പക്ഷേ ഇവിടെ അത് വീടുകളിലൊക്കെയാണ് ഇവിടെ ചെയ്യണത്. വീടുകളിൽ എൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ ചെയ്തിട്ട് ഇവർ അത് സീൽ ചെയ്ത് വിടുന്നതാണ്. പക്ഷേ ചില സമയത്ത് ഞാൻ ഈ കയറ്റാപ്പീസ് വെഞ്ചരിക്കാൻ ചെല്ലുവേ. വീടുകളിലെല്ലാം തറകളുണ്ട് കയറുണ്ടാക്കണം, അത് വെഞ്ചരിക്കാൻ ചെല്ലും. അപ്പോൾ ചില വീടുകളിലൊക്കെ ആലപ്പുഴ സൈഡിൽ ഒക്കെ ആലപ്പുഴയും ചേർത്തലയുണ്ട്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഒരു 2-3 തറയുണ്ടാവും ഈ കയറുണ്ടാക്കണ തറകൾ. പക്ഷേ ഒരെണ്ണമൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനവരോട് ചോദിക്കും, ചേട്ടായി ഇതിലൊന്നും ഇപ്പം കയറുണ്ടാക്കണില്ലേ, തടുക്കുണ്ടാക്കണില്ലേ? അപ്പോൾ പറയാം, അച്ഛാ അതിന് ഓർഡറൊന്നുമില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ ഓർഡർ ആരാ തരേണ്ടത്? ആലപ്പുഴത്തെ കയറ്റ് കമ്പനിക്കാരാണ് ഓർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ മുതലാളിമാർ ചില സമയത്ത് 1-2 കയറ്റ് കമ്പനി വെഞ്ചരിക്കാൻ ചെയ്തപ്പോൾ അവിടെയും പ്രശ്നം അതാണ്. അവർ ഗോഡൗണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ വലിയ ഗോഡൗണുകൾ. അതിനകത്ത് പക്ഷേ ചരക്ക് കുറവാണ്. എന്താ കാര്യം പറയുമ്പോൾ ഓർഡറില്ലെന്ന് വെച്ചാണ് അവരും പറയേണ്ടത്. ഓർഡറില്ല വെച്ചാൽ എവിടുന്ന് ഓർഡറില്ല? ഫോറിൻ ഓർഡറേ ഇവർ ജർമ്മനിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യണം. അപ്പം ഈ കയറിന് ചിലപ്പോൾ ജൂട്ട് കയറി അവിടെ മുൻകൂർ അഡ്വാൻസായിട്ട് അവിടെ കൊണ്ട് ഈ ബംഗാളിൽ നിന്നൊക്കെ കൊണ്ട് അടിക്കും. അപ്പോൾ കയറിന് ഡിമാൻഡ് കുറയും, ഓർഡർ കുറയും. അപ്പോൾ ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാനുള്ള ഓർഡർ വാങ്ങിച്ചെടുക്കണം ദൈവത്തിന്. അത് ഭയങ്കര അത് ആത്മീയകാര്യം ഇല്ല. അങ്ങനെയാണ് ദൈവമായിട്ട് ഉള്ള എല്ലാ റിലേഷൻസിലും. ഇപ്പം ഈ കർത്താവിൻ്റെ കൂടെ കുറേ ആൾക്കാർ മരിച്ച് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഒരു 6000 ഈ നല്ല കള്ളനും ചീത്തക്കള്ളനും നല്ല കള്ളനും ഉൾപ്പെടെ 6000 പേരാണ് ആ കാലഘട്ടങ്ങളിൽ കുരിശ് തൂക്കി കൊല്ലപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ കൂടെ. ആ ഒരു കാലഘട്ടം ആ ഒരു 200-300 കൊല്ലത്തിനുള്ളിൽ 6000 പേര് കുരിശ് തൂങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറയുന്നത്, അത് ഈ പിതാവായ ദൈവം എനിക്ക് അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്ന് പറയുന്നത്. യോഹന്നാൻ 6:27 എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. കാര്യം വെച്ചാൽ ഇവന്റെ ബലി മാത്രം എത്ര പേര് കുരിശ് തൂങ്ങിയാൽ 10,000 പേര് കുരിശ് തൂക്കേണ്ട കാര്യമില്ല. ഇവന്റെ ഈ കുരിശ് മരണം മാത്രമേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് പിതാവ് അഡ്വാൻസായിട്ട് അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. ഇത് എല്ലാം നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ വിഷയം.
നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണമെന്ന് വിചാരിച്ചു. ഈ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണ മുമ്പ് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓർഡർ, ഈ സ്വർഗസ്ഥനായ പിതാവ് സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ലൈസൻസ് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അല്ല വെറുതെ കയറ്റി വിടാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തുമാത്രം ചില സമയത്തൊക്കെ കഴിഞ്ഞ കൊല്ലം സംഭവിച്ചല്ലേ അമേരിക്കയിൽ നിന്നൊക്കെ ആ ചെമ്മീൻ മുഴുവനും അവിടെ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടുന്ന് കയറ്റി അയച്ച ചെമ്മീൻ അമേരിക്കയിൽ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ചെമ്മീൻ്റെ അകത്ത് ബാക്ടീരിയ കണ്ടെത്തി. അവരാ കപ്പൽ മൊത്തം, കോടിക്കണക്കിന് രൂപയുടെ കപ്പൽ മൊത്തം ചെമ്മീൻ റിജക്റ്റ് ചെയ്ത് ഒരു ചെമ്മീന് ബാക്ടീരിയ കണ്ടെത്തിയതാണ്. ഈ നമ്മുടെ സ്വർഗസ്നായ പിതാവിൻ്റെ അകത്ത് മുഴുവൻ ബാക്ടീരിയയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എല്ലാം റിജക്റ്റഡ് ആകും. ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ എന്താ കാര്യം എന്നറിയാം? ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആൾക്കാർ ലൈസൻസിന് 8 എടുക്കത്തില്ലേ, 8 എടുത്തേച്ച് പറയും എൻ്റെ അച്ഛ അവസാനത്തെ കമ്പ്യൂട്ടർ മുട്ടിയെന്ന് പറയും. അവസാനത്തെ കമ്പ്യൂട്ടർ മുട്ടി, ആളെ വിട്ടായി. 8 എടുത്തിട്ട് സ്കൂട്ടർ 8 എടുത്തിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇടയ്ക്ക് ആദ്യത്തെ 4 കമ്പനിയായിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ച് വെട്ടിച്ചും കൊണ്ട് അവസാനത്തെ 2 കമ്പിയപ്പോൾ പോയി. ഇപ്പം രക്ഷപ്പെടും എന്നപ്പോൾ അവസാനത്തെ 2 കമ്പിയായിട്ട് ഒരു കമ്പിയായിട്ട് മുട്ടി പോയി, ലൈസൻസ് പോയി. ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവിനും പറ്റണ ഇതാണ്. ഇപ്പോൾ സ്വർഗസ്ഥനായ അങ്ങയുടെ പിതാവ് അങ്ങയുടെ നാം പൂജിതമാകണമേ, അപ്പോൾ ആ 2 കമ്പിയായി. അങ്ങയുടെ രാജ്യം വരണമേ, അത് കുഴപ്പമില്ല, അതൊരു കമ്പി, 3ാമത്തെ കമ്പി. അങ്ങയുടെ രാജ്യം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, 4ാമത്തെ കമ്പി, കുഴപ്പമില്ല, നമുക്ക് വലിയ റിസ്ക് ഇല്ല അതൊക്കെ. പിന്നെ എന്താ, അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അത് 5ാമത്തെ കമ്പിയാണ്, അത് കുഴപ്പം റിസ്ക്കിലാ പോവും. പിന്നെ എന്താ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ, അയ്യോ അത് 6ാമത്തെ കമ്പിയാണ്, മുട്ടും, ഔട്ടാവും. ചില ആൾക്കാർ വയസ്സ് 75 ഉണ്ടെങ്കിലും ഇന്ന് വരെ സ്വർഗസ്ഥനായ പിതാവ് കയറ്റി അയച്ചത് എല്ലാവരും ജെട്ടായിരിക്കും. എന്താ കാര്യം? 6ാമത്തെ കമ്പിയിട്ട് മുട്ടിയിരിക്കുകയാണ്. എന്താണ്? മറ്റുള്ളവരോട് ഇപ്പോൾ ക്ഷമിച്ചിട്ടില്ല, അവരോട് മിണ്ടണില്ല, അവരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, അവർ കാണുമ്പോൾ മോഹത്തെ കയറ്റും, എന്നിട്ട് പിന്നെയും കണാകുണാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാവരും സ്വർഗസ്ഥനായ പിതാവ് റിജക്റ്റഡായി. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്, പ്രാർത്ഥനയുടെ റിസ്ക് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള കഴിവുകേട കഷ്ടപ്പാടൊന്നുമല്ല. ഈ പ്രാർത്ഥന ദൈവത്തിനെ കൊണ്ട് സ്വീകരിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്രാർത്ഥനയുടെ ഓർഡർ ലഭിക്കുന്ന പ്രാർത്ഥിക്കാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം സ്വീകാര്യമാകാൻ വേണ്ടി മുൻകൂർ ദൈവതിരുസന്നിധി വെടിപ്പായി നിൽക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ എനിക്ക് അതിന് പൂർണ്ണ സൗഖ്യം കിട്ടി. അച്ഛൻ സൈത്ത് പൂശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. ആ 2ാം പ്രാവശ്യം സൈത്ത് പൂശിപ്പോൾ എനിക്ക് തോന്നി എന്തായാലും എൻ്റെ അസുഖം പൂർണ്ണമാകും. ഞാൻ ഇത് അസുഖം മാറുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഫ്രീക്വൻ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യായിരുന്നു. ഇത് തന്നെയല്ല, എനിക്ക് കുടുംബ പ്രാർത്ഥന പോലും എത്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് വന്നേ. ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നതാണ്. ആ ടീച്ചിങ് പ്രൊഫഷൻ വരെ ഞാനതുകൊണ്ട് നിർത്തിയത് ആ ഒറ്റ കാരണത്താലാണ്. അച്ഛൻ സൈത്ത് പൂശിയിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. നമ്മുടെ മേജർ സലൈവറി ഗ്ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ പരോട്ടിഡ് ഗ്ലാൻഡ്. അവിടെയാണ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ 2 തവണ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ തൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സൈത്ത് പൂശി കർത്താവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ശാസിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം. 25 വർഷമായി തൻ്റെ ശരീരത്തിൽ പേറിക്കൊണ്ട് നടന്നിരുന്ന ആ ദുരിതത്തിന് എന്നേക്കുമായി ഒരു ശമനം സാധ്യമായത്. ഈ മകൾ അത് ശരീരത്തിൽ അനുഭവിക്കുന്നത്. അതിൻ്റെ വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ അമ്മ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വലിയൊരു മഹത്വത്തിൻ്റെ കിരീടം
ഒരു ശാശ്വതമായ സന്തോഷത്തിൻ്റെ ഒരു കിരീടം ഈ ഒരു പ്രത്യേക രോഗസൗഖ്യത്തിലൂടെ ഈ അമ്മയ്ക്ക് ദൈവപിതാവ് അനുവദിച്ചു കൊടുക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഈ മകളുമായി ദൈവപിതാവ് ഒരു നിത്യ ഉടമ്പടിയിലാണ്. ഏശയ്യ 54:10-11 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. അപ്പോൾ ഈ മകളുമായി ദൈവം ഒരു ശാശ്വത ഉടമ്പടിയിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു സുദീർഘമായിട്ടുള്ള ഒരു സഹനം ആ മകൾക്ക് അനുവദിച്ചു കൊടുത്തത്. പക്ഷേ സമയച്ചുരുക്കത്തിൽ ഈ ഒരു വിഷയം ദൈവ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകമായിട്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യ ദൃക്സാക്ഷിയായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ, ഏറെ പ്രത്യേകമായിട്ട് സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയിലൂടെയാണ് ഒരു നിത്യമഹത്വത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു രോഗസൗഖ്യത്തിലൂടെ ഈ മകൾക്ക് ദൈവപിതാവ് അനുവദിച്ചു നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പീഡനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ആ മൂടുപടം വസ്ത്രം മാറ്റി മഹത്വത്തിൻ്റെ കിരീടം എന്നേക്കും അണിഞ്ഞ ഒരു സന്തോഷത്തിലാണ് ബാറൂക്ക് 5:1 തിരുവചനം അനുസരിച്ച് ഈ മകള് അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. ഈ സാക്ഷ്യം ഞാനിങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഞാൻ ഈ മഹത്വത്തിൻ്റെ വചനമാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പഠിച്ചത് എന്തുകൊണ്ട് ഈ അമ്മയുടെ ഫയലിൽ ദൈവപിതാവ് ഒപ്പിട്ടു എന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഈ അമ്മ പറയുന്നുണ്ട്, ഞാൻ വിശേഷ വിധിയായി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് 2019 അതിനുശേഷം 21 തവണയോളം ഉടമ്പടി പുതുക്കി വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുന്ന അമ്മയാണ്. അപ്പോൾ ഓരോ തവണയും ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന ആ ഉടമ്പടി പുതുക്കുന്നതിന് പറഞ്ഞിട്ടുള്ള 3 കെട്ട് പത്രത്തേക്കാൾ ഉപരി അതിൻ്റെ ഇരട്ടിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി ഈ മകള് പത്രപ്രേഷണ പ്രവർത്തനം നടത്തുന്നത് ഈശോയെ ഇതുവരെ അറിയാത്ത കരങ്ങളിൽ ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണവും ദൈവിക ഇടപെടലും ഒക്കെ എത്തണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് വിശേഷ വിധിയായിട്ട് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ നടപടി. അതായത് ഒരു തവണയെങ്കിലും കൃപാസനം പത്രം ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത് ഒരു പത്രം ആ വ്യക്തിക്ക് ആവശ്യമില്ല. ഇതാണ് ഈ അമ്മയ്ക്ക് കിട്ടിയ ദൈവപിതാവ് കൊടുത്തിരിക്കുന്ന വലിയൊരു പഠിപ്പിക്കൽ. അതുകൊണ്ട് തന്നെ ഇനിയും കൃപാസനം പത്രം എത്തപ്പെടാത്ത സ്ഥലങ്ങളിലേക്കാണ് ഈ അമ്മ ഈ ഒരു കൃപാസനം പത്രവുമായി തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്. ഈ ഒരു ബുദ്ധിമുട്ടിനിടയിലും, അതായത് 25 വർഷമായിട്ടുള്ള പരോട്ടിഡ് ഗ്ലാൻഡ് ഇൻഫെക്ഷനിടയിലും ഈ അമ്മ യാത്ര ചെയ്യുന്നത് ഈ ഒരു ദൈവിക തീക്ഷ്ണതയോട് കൂടിയിട്ടാണ്, ഈശോയെ പേറിക്കൊണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ കാരുണ്യ പ്രവർത്തികൾ എടുത്തു പറയത്തക്ക രീതിയിൽ ചെയ്യുന്നില്ലെങ്കിലും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളിലൊക്കെ ഈശോയോടുള്ള അതീവ സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടാണ് ഈ അമ്മ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ അമ്മ പറയുന്നുണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആരും നോക്കാൻ ഇല്ലാതെ പലരും അവിടെ വന്ന് ചികിത്സയിലായിരിക്കുന്നുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങാൻ, സ്കാനിങ് ചെയ്യാൻ, അതുപോലെ ഭക്ഷണത്തിന്, അതിനൊന്നും പൈസ ഇല്ലാത്തവർക്ക് ധനസഹായം ചെയ്യാറുണ്ട്. നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് മക്കളെയും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവർക്കൊരു കാരുണ്യത്തിൻ്റെ മനസ്സ് വരട്ടെ എന്നുള്ള രീതിയിൽ. അത് ഈ അമ്മ പറയുമ്പോൾ ഒരു നാമമാത്രമായ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് വലിയ ദൈവ സ്നേഹം നിറഞ്ഞു തുളുമ്പിക്കൊണ്ടാണ്
ഈ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഇപ്രകാരം വിശേഷവിധിയായി കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ ദൈവമാതാവ് പ്രത്യേകമായിട്ട് മധ്യസ്ഥത വഹിച്ച് ഈ അമ്മയുടെ ഫയലിൽ ഒപ്പിടുകയാണ്. ഈ 25 വർഷമായിട്ടുള്ള പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഇൻഫെക്ഷൻ സുഖപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു ദിവസം മരിയൻ ഉടമ്പടിയൊക്കെ പുതുക്കി ഈശോയുമായിട്ടുള്ള സ്നേഹ സംഭാഷണത്തിലായിരിക്കുമ്പോൾ, മാതാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ സ്വാതന്ത്ര്യത്തോടുകൂടി പറയുന്നുണ്ട്, എനിക്ക് ജോസഫ് അച്ഛനെ ഒന്ന് കാണണം, കാരണം ഇനിയും എൻ്റെ വിഷയങ്ങൾ ഒരുപാട് പരിഹരിക്കപ്പെടാനുണ്ട്. ഈ മരിയൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും ഈ അമ്മ എഴുതുന്ന ആദ്യത്തെ നിയോഗം ഒരു ആത്മീയ നിയോഗമായിട്ട് ഞാൻ വെച്ചത് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠിക്കണം, സ്ഥിരീകരിക്കണം. കാരണം അത്രയേറെ ദൈവമാതാവ് ഈ ഒരു പ്രത്യക്ഷീകരണത്തെ പറ്റി അമ്മയ്ക്ക് ബോധ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവസ്നേഹം നിറഞ്ഞ് ഇതുപോലെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗം എഴുതി വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ സ്വപ്നം കണ്ടു. ഞാനിവിടെ കൃപാസനത്തിൽ ഈ പള്ളിയിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, വിഷമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അമ്മ എന്നോട് വന്ന് ചോദിക്കുകയാണ്, മോളെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് ജോസഫ് അച്ഛനെ കാണണം, ജോസഫ് അച്ഛനെ കണ്ടാൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായി എന്നുള്ള ഉള്ളിലെ ചിന്തയായിരിക്കും. അമ്മ നേരെ എന്നെ ഈ ആൾത്താരയിലേക്ക് കയറ്റി നിർത്തി, നേരെ ക്രൂശിത രൂപത്തിൻ്റെ താഴെ കൊണ്ട് നിർത്തി എന്നോട് പറഞ്ഞു, മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പറയാനുള്ള എല്ലാം ഈ ക്രൂശിത രൂപത്തിൻ്റെ ഇവിടെ ഈശോയോട് പറഞ്ഞോ എന്ന് പറഞ്ഞു. ഞാൻ ഈശോയുടെ കാല് പിടിച്ച് എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. അതായത് വലിയ സാന്നിധ്യം നൽകി ഈ മകളെ ദൈവപിതാവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യ 54:10 തിരുവചനം അനുസരിച്ച് അചഞ്ചലമായ ഉടമ്പടി ചെയ്ത മകളോട് തൻ്റെ സ്നേഹം തന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് വെളിവാക്കിക്കൊണ്ട് വലിയൊരു സ്വപ്നത്തിലൂടെ സാന്നിധ്യം നൽകി ഈ അമ്മയെ സന്ധിക്കുകയാണ്. ഈ സാക്ഷ്യം അവസാനിക്കുമ്പോൾ ഈ അമ്മ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ മരിയൻ ഉടമ്പടി വഴി 3 കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ എനിക്ക് ഉടമ്പടിയെ പറ്റി പറയാനുള്ളത്, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മീയ സന്തോഷം, ദൈവിക നിറവ്, അത് ചെറുതൊന്നല്ല. നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒറ്റയ്ക്കല്ല, ഈശോയും അമ്മയും ഒക്കെയും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത ഉടമ്പടിയുടെ ബോണസാണ്. മരിയൻ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും സ്വന്തമാക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ആത്മീയ സന്തോഷം. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആത്മീയ സന്തോഷം ലഭിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങളെക്കാൾ അപ്പുറത്ത് അതിൻ്റെ മുകളിൽ വലിയൊരു അഭിഷേക സന്തോഷം നമുക്ക് നിറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. ഇത് ഈ അമ്മയ്ക്ക് സ്വന്തമായി, അമ്മയുടെ മുഖത്ത് അതുണ്ട്. രണ്ടാമതായിട്ട് ദൈവിക നിറവ്. അപ്പ എന്നും കൂടെയുണ്ട്, മഹത്വത്തിൻ്റെ കിരീടം എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആഴമായിട്ടുള്ള ബോധ്യം ഈ അമ്മയ്ക്ക് ഈ ഒരു സഹനത്തിലൂടെ 25 വർഷമായി ദൈവപിതാവ് തന്നെ അനുവദിച്ച് തന്ന ഈ സഹനത്തിലൂടെ ഈ അമ്മ ആ ഒരു ബോധ്യത്തിലേക്ക് വളരുകയാണ്. മൂന്നാമതായിട്ട് ഈശോയും മാതാവും എൻ്റെ കൂടെ മരിയൻ ഉടമ്പടി വഴി സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. മാതാവ് തന്നെ വന്ന് പറയും, നീ എൻ്റെ പുത്രനോട് എൻ്റെ വിഷയങ്ങൾ പറ, ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നിൻ്റെ സങ്കടങ്ങൾ നീ നേരിട്ട് പറഞ്ഞാൽ മതി, എല്ലാത്തിനും തീരുമാനമാകും എന്ന്. ജ്ഞാനത്തിൻ്റെ വലിയ പ്രതിഫലനമുള്ള വലിയൊരു സാക്ഷ്യമാണിത്. കാരണം ദൈവത്തിൻ്റെ ശക്തി ചൂഴ്ന്നിറങ്ങിക്കൊണ്ട് നിത്യനായവൻ്റെ മഹത്വം വെളിപ്പെടുത്തി കിട്ടിയ ഒരു അമ്മയുടെ വലിയൊരു സാക്ഷ്യമാണിത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, 7-ാം അധ്യായം 24-25 തിരുവചനങ്ങളിൽ, എല്ലാ ചലനങ്ങളെയും ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു.
അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. അതെ, ജ്ഞാനം ദൈവശക്തിയുടെ ഒരു ശ്വാസമാണ്. സർവശക്തന്റെ മഹത്വത്തിൻ്റെ ഒരു ശുദ്ധമായ ഒരു നിസ്സരണമാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. ഒരു ജ്ഞാനത്തിൻ്റെ ഒരു തലത്തിലേക്കാണ് ഈ അമ്മ ഈ ഒരു ജീവിത ദുരിതങ്ങളിലൂടെ വളരുന്നത്. അതുകൊണ്ടാണ് കൃപാസനം പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുവാൻ ഉടമ്പടി നിയോഗമായി എഴുതി തൻ്റെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇതിനോട് കൂട്ടിവെക്കുന്നത്. ഈ വലിയൊരു സാക്ഷ്യം നമ്മൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടുള്ള സഹനങ്ങൾ ദൈവപിതാവ് അനുവദിച്ച് തന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഹൃദയത്തിലൊന്ന് ദൈവപിതാവിന് നന്ദി പറയാം. കാരണം ചില സഹനങ്ങളൊക്കെ മാറ്റപ്പെടാത്തതാണ്. ഒരിക്കലും അതിന് ഒരു പോംവഴി ഇല്ലാത്ത വിഷയങ്ങളുടെ മേൽ എങ്ങനെയാണ് ദൈവപിതാവ് പ്രത്യേകമായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് അത് ദൈവമഹത്വത്തിൻ്റെ കിരീടമാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മയെ നമുക്ക് ഉടമ്പടി വഴി കൂട്ടി നൽകുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് ഈ സാക്ഷ്യത്തിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാറ്റപ്പെടുന്നതും ഒപ്പം തന്നെ മാറ്റപ്പെടാത്തതുമായ വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സഹനങ്ങൾ ഈ സമയം കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് ദൈവപിതാവിന് കൊടുത്തുകൊണ്ട് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളിപ്പോൾ ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു ഈ നീണ്ടകാല സഹനങ്ങളും യാത്രയുമൊക്കെ ഞങ്ങൾക്ക് വലിയ മഹത്വത്തിൻ്റെ കിരീടം അനുവദിച്ചു തരാനുള്ള ദൈവപിതാവിൻ്റെ വലിയൊരു പദ്ധതിയാണെന്ന്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് പരിശുദ്ധമ്മേ ദൈവമാതാവേ, നീ നടന്നു നീങ്ങിയ ഒരുപാട് കനൽ വഴികളുണ്ട്.